നീ ഒന്ന് പോടാ മണ്ട. എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനത്തെ അമ്മമാര്. എന്റെ വീട്ടിലും ഒന്നുണ്ട്. ഇത് എന്തിനാ ഇത്? ഇതൊന്ന് നിർത്ത്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത്? അതെന്തിനാ ഈ വായനാ ദിനം? അപ്പൊ അറിഞ്ഞൂടല്ലേ? ഞാനോ പറഞ്ഞ വായിക്കണം പഠിക്കണമെന്നൊക്കെ. ചോദിച്ചാൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതൊക്കെ ചുരുട്ടിക്കുട്ടിയെ ചാരണോ അതോ പറയണോ? പറയാം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച EN പണിക്കരുടെ ജന്മദിനമാണ് 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇങ്ങനെയാണല്ലേ കേരള ലൈബ്രറികൾ ഉണ്ടായത്? നിങ്ങൾ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ? എന്തായാലും ഒരു കൂടെയും കുഞ്ഞുമങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവളുടെ കൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട്, ലോകം, ഐതിഹ്യമാല, മാണിക്കക്കല്ല്, ആടുജീവിതം. ഇതൊക്കെ എന്തിനാ? സിനിമയാണ്. വായിച്ചോ? പാത്തുമ്മയുടെ ആടിൽ ആട് വെള്ളയപ്പത്തിനൊപ്പം അബിയുടെ ട്രൗസർ എന്നുള്ള ഒരു സീനുണ്ടറിയാ. ഒരു കുടയും കുഞ്ഞുമങ്ങളും വായിച്ചാൽ നമുക്ക് സങ്കടം വരും. സിനിമ കാണും പോലെ എല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. വെറും വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു സിനിമ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് പുസ്തകങ്ങൾക്ക്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, അപ്പോൾ മനസ്സിലായി. ഇവൻ പറഞ്ഞ പുസ്തകം ലൈബ്രറിയിൽ ഉണ്ടോന്ന് പോയി നോക്കാം നമുക്ക്. എന്നിട്ട് ഒന്ന് വായിക്കണം. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാനുള്ള പിന്നെയാണ്. നീ വാ, നമ്മള് വായിച്ചു തരാം. നീ കേട്ടിരുന്നാ മതി. ഓ, എന്നാ സെറ്റ് വാങ്ങുമോ? അപ്പൊ നമ്മള് ലൈബ്രറിയിലേക്ക് പോവാ. നിങ്ങൾ വരല്ലേ? വായിച്ചു